ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു വന്നതിൽ പിന്നെ ആ ഒരു IPS യൂണിഫോമിൽ മഞ്ജു വരുമ്പോൾ ഇവിടെ പ്രീതിയോട് പറയുന്നുണ്ടല്ലോ, സ്വന്തം അച്ഛനെ പോലും നീ ആയിരിക്കും കൊന്നിട്ടുണ്ടാവുക എന്ന ആ സംശയം പറഞ്ഞ് അവിടെ നിന്നും അവർ തമ്മിലൊരു വഴക്കിട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ഭാനുവതി അമ്മ ഇങ്ങനെ മഞ്ജുവിൻ്റെ കൈകൾ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാനുവതി അമ്മ പതിയെ പതിയെ ഇങ്ങനെ കൈകളൊക്കെ ചെറുതായി ഇളക്കൽ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഭാനുവതി അമ്മ എല്ലാം കാണുന്നതും കൊണ്ട് തന്നെ ഭാനുവതിയമ്മ ഒരു കാര്യം മനസ്സിലാക്കാണ്. താൻ ഇനി കൈ ഉയർത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ എനിക്ക് ഡബിൾ ഡോസ് തരും. അത് എൻ്റെ മകൾ പോലും ഈ ക്രൂരതക്കൊപ്പം നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ താൻ മറച്ചു വെക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയും കൊണ്ട് തന്നെ കേട്ടോ ഭാനുവതിയമ്മ മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ ഭാനുവതിയമ്മ മഞ്ജു വന്നപ്പോൾ മഞ്ജുവിൻ്റെ കയ്യിൽ കയറി പിടിക്കണം കേട്ടോ. ഇതേ സമയം പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോവാണ്. പ്രീതി ആകെ ഭയന്ന് പോവാണ് കേട്ടോ. ആ സമയം പ്രീതി പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് വീണ്ടും ഭാനുവതിയമ്മയുടെ കൈകളിൽ അത് കുത്തിവെക്കുമ്പോൾ മഞ്ജുവിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് സംശയം വന്നു കേട്ടോ. അങ്ങനെ ഭാനുവതിയമ്മ ചെറുതായി സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പ്രീതി കുത്തിവെച്ച ആ വിഷം കൊണ്ട് തന്നെ ഭാനുവതിയമ്മ കൈകൾ താഴെ ഇടുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം അതെന്ത് മരുന്നാണ് നീ കുത്തിവെച്ചത് എന്ന ചോദ്യമായി മഞ്ജുവിൽ നിന്നു. അത് കേൾക്കുന്ന പ്രീതിയോട് പറയാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ എന്തിനു ഇടപെടുന്നു? നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ, നീ കാര്യത്തിൽ ഇടപെടണ്ട. ഇത് ഞാനും അമ്മയും കൂടിയിട്ടുള്ളതല്ലേ, അമ്മക്ക് പല ചികിത്സകളും നടത്തുന്നുണ്ട്, അതിലൊന്നും നീ ഇടപെടേണ്ട എന്ന് പറയാനിട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി അത്ര അങ്ങ് വിശ്വാസം മഞ്ജുവിന് തോന്നുന്നില്ല. മഞ്ജുവിന് എന്തൊക്കെയോ ഒരു ഡൗട്ട് അടിക്കും കേട്ടോ. കാരണം ഭാനുവതിയമ്മ കൈ ഉയർത്തിയത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ കൈ ഉയർത്തിയതിന് ശേഷം പിന്നീട് ഭാനുവതിയമ്മയുടെ ദേഹത്ത് ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഭാനുവതിയമ്മ താഴോട്ട് കൈയിറക്കുന്നത് കാണുമ്പോഴാണ് അവിടെ മഞ്ജുവിന് സംശയം തോന്നി കേട്ടോ. അങ്ങനെ മഞ്ജു പ്രീതിയോട് എന്നാലും ഞാനൊന്ന് നോക്കട്ടെടി എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ കൈകൾ അങ്ങ് പിരിച്ചതിന് ശേഷം ഭാനുവതിയമ്മയുടെ അരികിലോട്ട് ചെല്ലാണ് കേട്ടോ. എന്നിട്ട് ആ മരുന്ന് തൻ്റെ മൊബൈലിൽ പെട്ടെന്ന് ഫോട്ടോ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആ മരുന്നിലാണെങ്കിലോ യാതൊരുവിധ പേരും എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷെ സംശയങ്ങൾ മഞ്ജുവിൽ തോന്നിത്തുടങ്ങി കേട്ടോ. അങ്ങനെ മഞ്ജുവിൻ്റെ ഉള്ളിൽ ഇവൾ എന്തോ ഒരു സത്യം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. എന്തോ ഇവൾ ഭാനുവതിയമ്മയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് കേട്ടോ. പിന്നീട് എന്തൊക്കെയോ ദുരൂഹതകൾ തോന്നി അവിടെ നിന്നും പ്രീതിയിൽ നിന്നും മഞ്ജു പോകുന്ന സമയത്ത് പ്രീതി ഇങ്ങനെ ഒരു ഭയപ്പാടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം മഞ്ജു തിരികെ വന്നിട്ട് പറയാണ്, അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ കിടക്കുന്നത് എൻ്റെ അമ്മയാണ്, ഇവരെന്നെ ഒരുപാട് സ്നേഹത്തോടു കൂടി ഇവരെന്നെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, ഈ അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ നിന്നിലൂടെ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്കുള്ള പണി ഞാനായിരിക്കും തരാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത്. എന്നാൽ ഈ സമയം ഭാനുവതി അമ്മ അവിടെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. പ്രീതി എങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട്. ആ സമയം അതുപോലെ പ്രീതി അങ്ങ് നോക്കുന്നുണ്ട് കേട്ടോ. ഈ തള്ളക്ക് ഓവർ ഡോസ് കൊടുത്തിട്ടും ഈ തള്ള എന്താണ് ഈ കാണിച്ചത് എന്നുള്ള ആ ലെവലിൽ കേട്ടോ. അങ്ങനെ മഞ്ജു പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ദേ തള്ളെ, നിങ്ങൾ ആൾ കൊള്ളാലോ, നിങ്ങൾക്ക് ഓവർ ഡോസ് തന്നിട്ടും നിങ്ങൾ കൈ ഉയർത്തുന്നു, സത്യത്തിൽ നിങ്ങളെ ഞാൻ കൊല്ലുകയാണ് വേണ്ടത്. പക്ഷേ ഞാനത് ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ മകൻ എന്നോട് അടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകൻ എന്നോട് അടുക്കുന്നത് വരെയുള്ളൂ നിങ്ങൾക്ക് ജീവൻ, നിങ്ങളുടെ മകൾക്ക് പോലും നിങ്ങളെ വേണ്ട. അത്രയും വെറുപ്പ് പിടിച്ച വൃത്തികെട്ട സാധനമായതുകൊണ്ടല്ലേ നിങ്ങളുടെ മകൾ നിങ്ങളെ സ്നേഹിക്കാത്തത്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങളെ കൊന്നു കഴിഞ്ഞാൽ ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരില്ല. പക്ഷെ ഞാനത് ചെയ്യാത്തത് അത് എൻ്റെ മനസ്സിൻ്റെ നന്മ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള ആ ഒരു ഇതുകൊണ്ടും അത് എനിക്ക് ഉറപ്പായെന്ന് കണ്ടാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങളെ ഞാൻ തുടച്ചു മാറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാനുവതിയമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്നാൽ ഈ സമയം മഞ്ജു ആണെങ്കിലോ മഹിമയുടെ അടുത്തോട്ട് ചെല്ലാണ്. അപ്പോൾ എന്താ ചേച്ചി ഇത്ര കാര്യമായി ആലോചിക്കുന്നത്? ഭാനുവതിയമ്മയെ കണ്ടത് മുതലാണല്ലോ ചേച്ചിക്ക് ഇത്ര ആലോചന. മോളെ, ഞാൻ അവിടെ ചെന്നപ്പോൾ പ്രീതിയുമായി ഞാൻ ചെറിയൊരു വഴക്കൊക്കെ ഇട്ടു, പല സംശയങ്ങൾ അവളിൽ തോന്നുന്നു. അവൾ ഒരു പെരുങ്കൊല്ലി മാത്രമല്ല, ഒരു സൈക്കോ സ്വഭാവം അവളിലുണ്ടോ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. മറ്റുള്ളവരുടെ രക്തം കണ്ടാൽ അവൾക്ക് ഒരു ആനന്ദിക്കുന്ന ആ ഒരു സ്വഭാവമാണ് അവളിൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതെൻ്റെ ചേച്ചിക്ക് അങ്ങനെ തോന്നാൻ എനിക്ക് അവളെ പണ്ടേ
സംശയമുണ്ട്. അല്ല, അമ്മയുടെ ഈ വീഴ്ച അതിലെന്തോ ദുരൂഹത എനിക്ക് തോന്നുന്നു. അപ്പം മുകുന്ദൻ പറയണേ, ഇതെന്താ മഞ്ജു നിനക്കങ്ങനെ തോന്നാൻ? എനിക്കും മഹിമയ്ക്കും അന്ന് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിരുന്നു. അല്ല, ഇപ്പോൾ ഇതിങ്ങനെ തോന്നാൻ എന്താ കാരണം? അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ്, സത്യത്തിൽ അന്ന് ഭാനുവതിയമ്മയ്ക്ക് എന്താ ഉണ്ടായത്? ആരാണ് ഭാനുവതിയമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്? അപ്പോൾ മഹിമ പറയാണ്, അവൾ പറഞ്ഞത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് പെട്ടെന്നൊരു ഷോക്കോ എന്തോ ഉണ്ടായി, അപ്പോൾ ഞാൻ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണ് ചെയ്തത് എന്ന് മഹിമ ആ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി ഞാൻ പോയ അന്ന് തന്നെ ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ദുരൂഹത എനിക്ക് തോന്നുന്നു. അത് കേൾക്കുന്ന മഹിമ പറയണേ, ഇത് ഞങ്ങൾക്കും തോന്നിയൊരു സംശയമാണ്, പിന്നീട് ഞങ്ങളതങ്ങ് വിട്ടു എന്ന് പറയണേ. എന്നാൽ മോളെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ ഒരു ഡോക്ടറല്ലേ? ഈ മരുന്നൊന്ന് നോക്കിയേ, ഇതെന്തിനുള്ള മരുന്നാണ് എന്ന് ചോദിക്കാൻ കേട്ടോ. ചേച്ചി, ഇതിമേ ഒന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതെന്തിൻ്റെ മരുന്നാണ് എന്ന് ചേച്ചി അവൾ നിങ്ങളോട് പറഞ്ഞില്ലേ? ചേച്ചി ഇതെന്താ എന്നൊക്കെ ഇങ്ങനെ മഹിമ പറയാണ്. ഞാൻ ഇന്നേ വരെ ഇത് കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ ശരിക്കും ഭാനുവതിയമ്മ ആരെ ചികിത്സിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എന്നെ പഠിപ്പിച്ചിരുന്ന ആ ഡോക്ടർ തന്നെ. എന്നാൽ മോളെ, നമുക്ക് അവിടോട്ടൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അതെന്താ ചേച്ചി? ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനും ഭാനുവതിയമ്മയും പ്രീതിയും തമ്മിൽ സംസാരിക്കുമ്പോൾ പ്രീതിയും ഞാനും ചെറിയൊരു കശപിശ ഉണ്ടാവുകയും പിന്നീട് ഭാനുവതിയമ്മ എൻ്റെ കൈകളിൽ കയറി പിടിക്കുകയും പിന്നീട് രണ്ടാമത്തെ തവണയാണ് അവൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ ഒരു ഇഞ്ചക്ഷൻ ഭാനുവതിയമ്മക്ക് കൊടുക്കുന്നത്. അപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ മനസ്സിൽ എന്തോ ഒരു സംശയം. ഈ മരുന്ന് ഇങ്ങനെ ഒരു കുപ്പിയിലുള്ള മരുന്ന് ഇഞ്ചക്ഷൻ ആയിട്ടോ മണിക്കൂറുകൾ വ്യത്യാസത്തിൽ ഇത് ഇഞ്ചക്ട് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? അയ്യോ, ഞാനതൊന്നും ചോദിച്ചിട്ടില്ല ഡോക്ടറോട്. ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്തോന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ചേച്ചിയെ വേദനിപ്പിച്ചത് ആ സ്ത്രീയും കൂടി ആണല്ലോ എന്ന് കരുതി ഞാനതങ്ങ് വിട്ടു ചേച്ചി. എന്നാൽ അതങ്ങനെ വിടരുത് മോളെ, നമുക്കിപ്പോൾ പോകണമെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറുടെ അരികിലോട്ട് ചെല്ലാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ, മഞ്ജു, നീയൊരു IPS കാരിയായി എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും ഇങ്ങനെയാണ് പെൺകുട്ടികൾ, പലവർക്കും മാതൃകയാണ് നീ. കാരണം കുടുംബം തകർന്നു എന്ന് കരുതിയിട്ട് പലവരും ആത്മഹത്യയാണ് വഴി തിരഞ്ഞെടുക്കാറ്. പക്ഷെ നീ തിരഞ്ഞെടുത്ത വഴി പല പെൺകുട്ടികൾക്കും ഇന്ന് വലിയൊരു മാതൃക തന്നെയാണ്. അതുകൊണ്ട് നിന്നെ കണ്ട് പലവരും ഇത് പഠിക്കും എന്നൊക്കെ പറയുമ്പോൾ, താങ്ക് യു മാം. ഞാനിപ്പോൾ വന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല. പിന്നെ എന്താ മഞ്ജു? അതെ, ഗിരിയേട്ടൻ്റെ അമ്മയെ, ഭാനുവതി അമ്മയെ ഈ പറയുന്ന ഡോക്ടറല്ലേ ചികിത്സിക്കുന്നത്? അതെ, ഞാൻ തന്നെയാണ് ചികിത്സിക്കുന്നത് എന്ന് പറയണം കേട്ടോ. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭാനുവതി അമ്മക്ക് കൊടുക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ ആ മരുന്നുകളുടെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ ആ മരുന്നുകളുടെ പേര് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ എന്തൊക്കെയോ ഒരു സംശയങ്ങൾ ഇങ്ങനെ മഞ്ജുവിൻ്റെ ഉള്ളിൽ തോന്നുകയാണ്. മഞ്ജു, നീ ഇപ്പം എന്തിനാ ഭാനുവതി അമ്മക്ക് കൊടുക്കുന്ന മരുന്നിനെ കുറിച്ച് ചോദിച്ചത്? അല്ല, ഭാനുവതി അമ്മയെ നോക്കുന്ന പ്രീതിയാണല്ലോ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ 2 പ്രാവശ്യമായി ഭാനുവതിയമ്മയ്ക്ക് അവൾ എന്തോ ഒരു മരുന്ന് കുത്തിവെക്കുന്നതായി ഞാൻ കണ്ടു. അങ്ങനെ എന്തെങ്കിലും കുത്തിവെക്കുന്ന മരുന്ന് എന്തെങ്കിലും ഡോക്ടർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അവർക്ക് അങ്ങനെയുള്ള മരുന്നൊന്നും ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. അവർക്ക് ഇഞ്ചക്ഷനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിൻ്റെ വല്ല കയ്യിൽ എന്തെങ്കിലും ആ മരുന്നിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ മരുന്നിൽ പ്രത്യേകിച്ച് ഒരു പേരുണ്ടായിരുന്നില്ല. ഇതാണ് ആ മരുന്നെന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട് മഞ്ജു ആ മൊബൈലിൽ എടുത്ത ഫോട്ടോ ഇങ്ങനെ ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഡോക്ടർ പറയണേ, ഇല്ല, ഞാനിത് എഴുതിയിട്ടില്ല, ഇങ്ങനെ ഒരു മരുന്ന് ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജുവും മഹിമയും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ ഈ സമയം, ഇല്ല, ഞാനിത് എഴുതിയിട്ടില്ല. അപ്പോൾ മഹിമ പറയാൻ, ഡോക്ടർ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. ഇല്ല, ഞാനിത് എഴുതിയിട്ടില്ല എന്ന് പറയണേട്ടോ. എന്നാൽ കുറേ എപ്പിസോഡുകൾ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. ഈ പറയുന്ന മഞ്ജു വീണ്ടും ചൊല്ലും. അപ്പോൾ ഭാനുവതിയമ്മ വീണ്ടും കൈ ഉയർത്താൻ ശ്രമിക്കും. ആ സമയം മഞ്ജു അത് കൈയോടെ പിടികൂടുകയാണ്. മഹിമ ആ മരുന്ന് തട്ടിപ്പറിച്ച് വാങ്ങുകയാണ്. പിന്നെ ആ മരുന്ന് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ കണക്കിന് കൊടുക്കുകയാണ്. അത് ഇങ്ങനെ പെട്ടെന്ന് കോമ സ്റ്റേജിൽ കിടത്തുന്ന ഒരു മരുന്നാണെന്നുള്ള ആ സത്യം ഇവർ മനസ്സിലാക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പിന്നീട് പറയാം കേട്ടോ. പിന്നീട് പ്രീതിക്ക് തിരിച്ച് നല്ലൊരു പണിയും ഇവർ കൊടുക്കുന്നുണ്ട്. ഇതേ സ്ഥിതി നിനക്കും വരട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ കുറച്ച് ദിവസങ്ങൾ 2 ആഴ്ചക്കൊക്കെ അവർ കോമയിലാക്കി ഇതുപോലെ പ്രീതിയെയും കിടത്തുന്ന ആ ഒരു രംഗമൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ.